بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ പ്രധാനമായി നാം അറിയേണ്ട ചില തജ്വീദ് അടിസ്ഥാന നിയമങ്ങളോട് അനുബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ചില വശങ്ങൾ, അതാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. പ്രത്യേകിച്ച് റിവായത്ത് ഹഫ്സിൽ പ്രത്യേകത കൽപ്പിക്കപ്പെടുന്ന ചില പദങ്ങൾ, അതുമായി ബന്ധപ്പെട്ടാണ് നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നത്. ഇവിടെ സൂറത്ത് യൂസുഫ് 11-ാമത്തെ ആയത്ത്, സൂറത്ത് യൂസുഫ് 11-ാമത്തെ വചനം. ഈ 11-ാമത്തെ വചനത്തിൽ മാ ലക ലാ തഅമന്നാ അലാ യൂസുഫ്, അവിടെ എല്ലാവരും പറ്റുമെങ്കിൽ ആ പേജ് മറച്ചു വെക്കുക. സൂറത്ത് യൂസുഫിലെ 11-ാമത്തെ ആയത്ത്. ഇവിടെ എന്താ സംഭവം? ഖാലു യാ അബാന, മക്കൾ, യാക്കൂബ് നബിയുടെ മക്കൾ പറയുകയാണ്, ഞങ്ങളുടെ ഉപ്പ, മാലക്ക, താങ്കൾക്ക് എന്താണ്, ലാ തഅമന്ന അലാ യൂസുഫ്, ലാ തഅമനൂന അലാ യൂസുഫ്, യൂസുഫിൻ്റെ കാര്യത്തിൽ താങ്കൾ നിർഭയനാവാത്തത്, ഞങ്ങളിൽ വിശ്വസിക്കാത്തത്, അല്ലെങ്കിൽ താങ്കൾ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളിൽ നിർഭയനാവാത്തത് എന്നാണ് അവർ ചോദിക്കുന്നത്. യൂസുഫ് നബിയെ, യൂസുഫ് എന്ന ബാലനെ അവരുടെ കൂടെ കൊണ്ടുപോകാൻ അവർ ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ തുടക്കത്തിൽ നടക്കുന്ന സംഭാഷണം. ഇവിടെ ഈ പദത്തിൻ്റെ അസ്ല് ലാ തഅമനൂന എന്നാണ്. ഈ പദത്തിൻ്റെ അസ്ല് എന്താണ്? ലാ തഅമനൂന, മറിച്ച് ലാ തഅമന്ന എന്ന് നഹിയിൻ്റെ, വിരോധത്തിൻ്റെ ക്രിയയല്ല, രൂപമല്ല, സീഗത്തുൻ നഹി അല്ല. അപ്പോൾ അസ്ല് ലാ തഅമനൂന എന്നായതിനാൽ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇദ്ഗാം കബീറാണ്. ഇദ്ഗാം കബീർ, അല്പം കൂടി പറഞ്ഞാൽ ഇദ്ഗാം അൽ മുതമാസിലൈനി, ഇദ്ഗാമുൽ മുതമാസിലൈനി കബീർ, അല്ലെങ്കിൽ ഇദ്ഗാമുൽ മിസ്ലൈനി കബീർ എന്നൊക്കെ പറയും. രണ്ട് ഹർഫുകളെ ഒറ്റ ഹർഫാക്കി ഷദ് നൽകി ഉച്ചരിക്കുന്നു. അത് തന്നെ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ്? സുക്കൂനുള്ള അക്ഷരത്തെ ഹറക്കത്തുള്ള അക്ഷരത്തിലേക്ക് ചേർക്കലാണ്. ഇവിടെ അതല്ല. ഇവിടെ ഹറക്കത്തുള്ള അക്ഷരത്തെ ഹറക്കത്തുള്ള അക്ഷരത്തിലേക്ക് ചേർക്കുക. ലാ തഅമനൂന, നു എന്ന ദമ്മു, നാ എന്ന ഫത്ഹുള്ള നൂനിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് ഒറ്റപ്പദമാക്കി. അപ്പൊ ഇവിടെ റിവായത്ത് ഹഫ്സിൽ എങ്ങനെയാ ഓതേണ്ടത്? ലാ തഅമനൂന എന്ന് ഉസ്തുസ്ഖില തവാലി സലാസത്തി അഹ്റൂഫിൻ ഗുന്നത്തിൻ മുതഹർരികത്തിൻ വതുഖുല്ലിസ മിൻ ദാലിക സിഖലി ബി ഇഹ്ദാ തരീഖതൈനി. ഇതിൻ്റെ ചേർത്ത് ഓതുവാനുള്ള മീമ്, നൂന്, ശേഷം നൂന് എല്ലാം കൂടി ചേർത്ത് ഓതുവാനുള്ള സിഖൽ, ഭാരം കാരണമായിട്ട് ഇങ്ങനെ രണ്ട് രൂപത്തിൽ അതിന് പരിഹരിക്കുകയാണ്. ഒന്ന് റൗം. റൗം എന്ന് പറഞ്ഞാൽ തഅമനുന, തഅമനുന എന്ന് ബിഇബ്ഖാഇ ളമ്മത്തി നൂനിൽ ഊല വഖഫ്ദി സൗതിഹ ഖലീല, ആ ആദ്യത്തെ നൂനിൻ്റെ ളമ്മ് നിലനിർത്തുക, പക്ഷെ അതിൻ്റെ ശബ്ദം അല്പം കുറച്ചുകൊണ്ട്, താഴ്ത്തിക്കൊണ്ട്, വ്യക്തമാക്കാത്ത വിധത്തിൽ മഅ സുറഅത്തിൻ ബിന്നിസ്ബതി ലിമാ ജാവറഹ മിനൽ ഹർഫ്. ഐമൻ സുവൈദ് പറയുകയാണ്, ഡോക്ടർ ഐമൻ സുവൈദിൻ്റെ വിശദീകരണമാണ്. എന്താ അദ്ദേഹം പറയുന്നത്? അടുത്ത അക്ഷരത്തെ വളരെ വേഗത്തിൽ ഉച്ചരിക്കുക. അപ്പോൾ പൂർണ്ണമായും ലാ തഅമനൂന എന്ന് വ്യക്തമാക്കരുത്, മറിച്ച് ലാ തഅമനൂന, ലാ തഅമനൂന എന്ന് പെട്ടെന്ന് അങ്ങ് എടുക്കുക. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ
ഹറക്കത്തിൻ്റെ മൂന്നിലൊന്ന് ഉച്ചരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ഹറക്കത്തിൻ്റെ മൂന്നിലൊന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ അല്പഭാഗം, വദാലിക ബിതബ്ഈദ് ഹറക്കതിഹ എന്ന ആ ഹറക്കത്തിൻ്റെ ബഅദ് അല്പഭാഗം മാത്രം ഉച്ചരിച്ചുകൊണ്ട് ഓതുക. വഹാദ യദ്ബുതു ബിൽ മുശാഫഹ എന്ന പണ്ഡിതന്മാർ നേരിട്ട് കാണുമ്പോൾ ഗുരുവിൽ നിന്ന് നേരിട്ട് മുഖാമുഖം പഠിച്ച് അത് പരിശീലിക്കൽ കൊണ്ട് മാത്രമാണ് അത് മദ്ബൂത്താവുക, അല്ലെങ്കിൽ ശരിയായ വിധത്തിൽ അത് ആവുക, അതിൻ്റെ ഉച്ചാരണം ശരിയാവുക എന്നാ പറയുന്നത്. അപ്പോൾ ലാ തഅ്മനുന എന്ന് പൂർണ്ണമായും നു എന്ന് വ്യക്തമാവാതെ ലാ തഅ്മനുന അലാ യൂസുഫ് എന്ന് വേഗത്തിൽ അങ്ങ് ഓതിപ്പോവുക. ഇതാണ് റൗം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഹറക്കത്തിൻ്റെ അല്പഭാഗം മാത്രം ഉച്ചരിച്ചുകൊണ്ട് രണ്ടാമത്തെ ഹറക്കത്ത് പൂർണ്ണമായും വ്യക്തമായി വേഗത്തിൽ ഓതി ഉച്ചരിച്ചുകൊണ്ട് അങ്ങനെ ഓതുക. രണ്ടാമത്തെ രീതി അൽ ഇഷ്മാം എന്ന രീതിയാണ്. ഇഷ്മാം വദാലിക ബിതസ്കീനി നൂനിൽ ഊല വഇദ്ഗാമിഹ ഫി الثانية مع ضم الشفتين من غير صوت بعيد البدء بنطق النون المدغمة ومقارنا للغنة المطولة. അതായത് പൂർണ്ണമായും ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് തന്നെ ഓതുക. പക്ഷേ ആദ്യത്തെ നൂനിനെ ഒരു സൂചന നൽകുന്ന വിധത്തിൽ രണ്ട് ചുണ്ടുകളും ദമ്മ് ചെയ്യുക. ഉകാരം ദമ്മ് ഉച്ചരിക്കുന്നത് പോലെ നമ്മളെ ചുണ്ട് ഇങ്ങനെ ഉ എന്ന് പറയുമ്പോൾ റൗണ്ടായി വരും ചുണ്ട്. മനു എന്ന് പറയുമ്പോൾ റൗണ്ടായി വരുന്നത് പോലെ ചുണ്ട് വെച്ചുകൊണ്ട് ഹറക്കത്ത് അല്പം പോലും വ്യക്തമാക്കി ഉച്ചരിക്കാതെയും ഷദ്ദുള്ള ഉദ്ഗമായ മണിച്ചുകൊണ്ടുള്ള നൂനിനെ മാത്രം ഉച്ചരിച്ചുകൊണ്ട് ഓതുക. അതെങ്ങനെയാ? ലാ തഅ്മന്ന അലാ യൂസുഫ്. നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല, ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് എൻ്റെ ഉച്ചാരണം കാണുന്നുണ്ടാവും ഒരിക്കലേ. ലാ തഅ്മന്ന അലാ യൂസുഫ്. ഇത് സാമിഇന് വ്യക്തമാവുകയില്ല, ശ്രോതാവിന് ബോധ്യമാവുകയില്ല, മറിച്ച് ഓതുന്ന ആൾ അങ്ങനെ ഓതണം. അതാണ് ഇഷ്മാം എന്ന് പറഞ്ഞാൽ. ലാ തഅ്മന്ന അലാ യൂസുഫ്. കാരണം ഇതിൻ്റെ അസ്ല് ലാ തഅ്മനൂന എന്നായിരുന്നു. ഒരിക്കലും ആദ്യത്തെ നൂന് സുക്കൂൻ നൽകുവാൻ ഇവിടെ ചാൻസ് ഇല്ല, മറിച്ച് ഇത് ഇദ്ഗാം കബീർ സംഭവിച്ച ഒരു പദമാണ്. ഒറ്റ നൂനായിട്ട് ആണ് ഖുർആനിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. രണ്ട് നൂന് വ്യക്തമാക്കി ഒരു കാരണവശാലും ഓതാനും പറ്റുകയില്ല, കാരണം റസ്മ് ഒറ്റ നൂനാണ്. അപ്പോൾ ഈ രണ്ട് രീതി നമുക്ക് ഈ പദത്തിൽ സ്വീകരിക്കാവുന്നതാണ്. ഒന്ന് റൗം, അത് ആദ്യത്തെ ഹറക്കത്തിൻ്റെ അല്പഭാഗം മാത്രം ഉച്ചരിച്ചുകൊണ്ട് ഓതുക. രണ്ടാമത്തേത് ഇഷ്മാം, പൂർണ്ണമായും ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഒറ്റ ഹർഫ് മാത്രം ഉച്ചരിക്കുന്നതോടൊപ്പം ആദ്യത്തെ ഹർഫിൻ്റെ ഹറക്കത്തിനെ സൂചിപ്പിക്കുന്ന വിധത്തിൽ ചുണ്ട് വൃത്താകൃതിയിൽ ആക്കിക്കൊണ്ട് ഓതുക. ഈ രണ്ട് രീതിയാണ് ഇവിടെ സ്വീകരിക്കാൻ പറ്റുന്നത്. ഇതോടനുബന്ധമായി വിശദമായ ഇദ്ഗാമിൻ്റെ ഭാഗം നമുക്ക് പിന്നീട് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അത് ഇദ്ഗാമുൽ മുതമാസിലൈൻ, അതുപോലെ മുതജാനിസൈൻ തുടങ്ങിയ ഹർഫുകളെ ഇദ്ഗാം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ മുതഖാരിബൈൻ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഓർക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞു പോയിരുന്നു. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, അത് വിശദമായി മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ ഈ പദവുമായി ബന്ധപ്പെട്ട് ചിലത് സൂചിപ്പിക്കാനുണ്ട്. ഒന്നാമതായി ലാ തഅ്മന്ന എന്നതിലെ പരിശുദ്ധ ഖുർആനിലെ എഴുതിയ അത് രൂപം നമ്മൾ അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കി പറയാം. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഅദു ഉലമാ الضبط يضع علماء الضبط دائرة مطموسة الوسط. പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരടയാളം കാണാം. അതല്ലെങ്കിൽ രണ്ടാമത് കൊടുത്തിട്ടുള്ള ഈ രണ്ട് രീതിയിലും ഖുർആനിൽ അടയാളം കൊടുത്തിട്ടുണ്ട്.
ഈ പദം സൂചിപ്പിക്കുവാനായിട്ട് ഇവിടെ ഇങ്ങനെ ഇഷ്മാമോ റൗമോ ചെയ്യണം എന്ന സൂചനയായിക്കൊണ്ട് ഇങ്ങനെയാണ് രണ്ട് ചിഹ്നം. ചില മുസ്ഹഫിലൊക്കെ ആദ്യത്തെ ആ ചിഹ്നം പൂർണ്ണമായും മദ്യം മായ്ച്ചുകൊണ്ടുള്ള ഉൾഭാഗം ഇങ്ങനെ മായ്ച്ചുകൊണ്ടുള്ള ഒരു വലിയ പുള്ളി അല്ലെങ്കിൽ ഒരു വലിയ പൂജ്യം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ ചതുരാകൃതിയുള്ള ആ ചിഹ്നവും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സൂചനയാണ്. അതായത് റൗമോ ഇഷ്മാമോ ഈ പദത്തിൽ സ്വീകരിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഇതോടനുബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ കഹ്ഫ് 95-ാമത്തെ ആയത്ത് ഖാല മാ മക്കന്നി ഫീഹി റബ്ബി, സൂറത്തുൽ കഹ്ഫിലെ 95-ാമത്തെ വചനം. ഖാല അലം അഖുൽ ലക എന്ന 16-ാമത്തെ ജുസിന്റെ തൊട്ട് അടുത്ത പേജ്. ഖാല മാ മക്കന്നി ഫീഹി റബ്ബി ഖൈർ, സൂറത്തുൽ കഹ്ഫിലെ 95. അവിടെ എന്താ സത്യത്തില്? അവിടെ മക്കനനി എന്നാണ്. ഖാല മാ മക്കനനി ഫീഹി റബ്ബി. ഇവിടെയും ഇദ്ഗാം കബീർ സംഭവിച്ച ഒരു പദമാണ് നമ്മുടെ റിവായത്ത് ഹഫ്സിൽ മക്കനനി. അങ്ങനെ തന്നെ റസ്മുള്ളത്, എല്ലാവരും അങ്ങനെ തന്നെയാണ് ഓതുക. അപ്പോൾ റസ്മ് മക്കൻ ഒറ്റ നൂനായതുകൊണ്ട് അവിടെ മക്കന്നി എന്ന് ഓതേണ്ടതാണ്. അതുപോലെ തന്നെ അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ, സൂറത്തു സുമറിൽ നമ്മൾ ഓതിപ്പോയ ഭാഗമാണത്. തഅ്മുറൂനി, അവിടെ തഅ്മുറൂനനി എന്നാണ് അസ്ല്, തഅ്മുറൂനനി. അതുപോലെ തന്നെ സൂറത്തുൽ അൻആമിൽ അതുഹാജ്ജൂനി, അതിൻ്റെ അസ്ല് അതുഹാജ്ജൂനനി എന്നാണ്. സൂറത്തുൽ ബഖറയിൽ ഇൻ തുബ്ദു സ്വദഖാതി ഫനിഇമ്മാഹി, അവിടെ രണ്ട് കാര്യമാണ്. ഒന്ന് ഐനിന് കസ്റായി പോയിട്ടുണ്ട്, ഇദ്ഗാം ചെയ്തപ്പോൾ ഐനിന് കസ്റാക്കി ഫനിഇമ്മാഹി എന്നാണ് ഓതുന്നത്. അവിടെയും ഇദ്ഗാം കബീർ സംഭവിച്ച പദമാണ് അസ്ല് ഫനിഅമമാഹി. അസ്ല് എന്താണ്? ഫനിഅമമാഹി. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അവിടെയൊക്കെയും നമ്മൾ നിർബന്ധമായി അങ്ങനെ തന്നെ ഖുർആനിൽ എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ ഓതണം. ബാറക്കല്ലാഹു ഫീക്കും.